എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസം 12 കൂറുകൾക്കും ഏത് പ്രകാരമാണെന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം 12-ാം തീയതി രാത്രി 10:03 സൂര്യൻ്റെ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കുള്ള രാശിമാറ്റം. നമുക്ക് ഫലങ്ങൾ നോക്കാം. ആദ്യം മേടക്കൂറ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഗ്രഹനില പരിശോധിക്കുമ്പോൾ ധനസ്ഥാനമായ 2-ാം രാശിയിൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുന്നു. 3-ൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ. 6-ാം രാശിയിൽ കേതു വ്യാഴവീക്ഷണത്തിൽ നിൽക്കുന്നു. ഇവരുടെ 10-ാം രാശിയിൽ ശനി, സൂര്യൻ, ബുധൻ ഫെബ്രുവരി മാസം 28-ാം തീയതി മീനം രാശിയിലേക്ക്, ഇവരുടെ 12-ാം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിക്കും. എടുത്തു പറയേണ്ടത്, ലാഭസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്ന മാസം ഇവരെ സംബന്ധിച്ചിട്ട്, ലാഭസ്ഥാനത്ത് ശനിയും നിൽക്കുന്ന മാസം. 12 എന്ന ഭാവത്തിൽ ശുക്രൻ ഉച്ചനായിട്ട് രാഹുവിനോടും ഫെബ്രുവരി മാസം 28-ാം തീയതിക്ക് ശേഷം ബുധനോടും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. പൊതുവിൽ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് ഈ രാശിക്കാർ, മേടൻ രാശിക്കാർ കടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം 6-ാം രാശിയിൽ നിൽക്കുന്ന കേതുവിനെ അതിൻ്റെ 5-ാം വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷിച്ച് കേലയോഗം എന്നൊരു യോഗം രൂപീകരിക്കപ്പെടുന്നു. സാമ്പത്തികമായി വളരെ ഉയർന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാ രംഗത്തും സമൂഹത്തിൽ ഇവരുടെ ഒരു നില ഉറപ്പിക്കുന്നതിന്, ഇവരുടെ ഒരു ഉയർന്ന നില സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നതിനും ഒക്കെ ഈ മാസം കാരണമാകും. ഈ സൂര്യൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ഇഷ്ടസ്ഥിതി കൊണ്ടിട്ട് ഈ മാസം ഇവരുടെ ഏത് തരത്തിലുള്ള ശനിയുടെ 14 സ്ഥിതി, ഏത് തരത്തിലുള്ള ലോങ് ടൈം പ്രൊജക്റ്റുകളും ആരംഭിക്കുന്നതിന് ശനിയുടെ സ്ഥിതി വളരെ അനുകൂലമാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും ഈ സമയത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കുംഭമാസം മേടക്കൂറുകാർക്ക് വളരെ അനുയോജ്യമായൊരു മാസമാണ്. എല്ലാ കാര്യങ്ങൾക്കും, തൊഴിലിനും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെ ഇവരുടെ തൊഴിലിന് പ്രത്യേകിച്ച് 14 ശനി വളരെ അനുകൂലമാണ്. ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടൊരു മാസം. ഇവരുടെ 12-ാം രാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ടിട്ട് വളരെയധികം കുറയും. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ മാസം ഇവർക്ക് പ്രതികൂലമായ ഗ്രഹസ്ഥിതികൾ വളരെ കുറവാണ്. ചൊവ്വ 3-ാം രാശിയിൽ നേർഗതിയിൽ ഫെബ്രുവരി മാസം 23-ാം തീയതിക്ക് ശേഷം വരുന്നത് ഇതിൻ്റെ ഗുണഫലങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കും. അങ്ങനെ ഇവർക്ക് വളരെ അനുകൂലമായൊരു മാസമാണ് കുംഭമാസം മേടക്കൂറുകാർക്ക്. പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും തന്നെ ഈ മാസം ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചയും വിജയവും ഒക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ മാസം. അടുത്തതായിട്ട് ഇടവക്കൂറ്. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇടവക്കൂറുകാർക്ക് ഗ്രഹസ്ഥിതി, അവർ രാശിയിൽ തന്നെ വ്യാഴം, രാശിയിൽ തന്നെ വ്യാഴം, അതുപോലെ തന്നെ ഇടവൻ രാശിയുടെ 2-ാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ വക്രഗതിയിൽ ചൊവ്വ, ഇടവൻ രാശിയുടെ 5-ാം രാശിയിൽ കേതു, മനസ്ഥാനത്ത് കേതു, അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ശനി, സൂര്യൻ, ബുധൻ കർമ്മസ്ഥാനത്ത് നിന്ന് ലാഭസ്ഥാനത്തിലേക്ക് ഫെബ്രുവരി മാസം 28-ാം തീയതി പകരും. ലാഭസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന മാസം, അതുപോലെ തന്നെ രാഹു നിൽക്കുന്നു. കുംഭമാസം ആരംഭിക്കുന്നത് ഇവർക്ക് ഒരു സൂര്യൻ്റെ സ്ഥിതി കർമ്മ രംഗത്ത് വരുന്നത്, കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ സൂര്യൻ്റെ സ്ഥിതി വരുന്ന അത്ര അനുകൂലമായൊരു സ്ഥിതിയല്ല. അല്പം സമ്മർദ്ദങ്ങൾ തൊഴിൽപരമായി ഉണ്ടായേക്കാം. കൂടാതെ കണ്ടശനിയുടെ ദോഷങ്ങൾ കൂടുതൽ ആയിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടേക്കാം. 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്തിൽ ചൊവ്വയുടെ സ്ഥിതി, ഇവർക്ക് നേർഗതിയിൽ ഫെബ്രുവരി മാസം 23-ാം തീയതിക്ക് ശേഷം ചൊവ്വ നേർഗതിയിൽ വരുമ്പോൾ അല്പം നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലാഭസ്ഥാനത്ത് 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് രാഹുവും
ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. ഇവർക്ക് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്നതിന് ഈ ഒരു ജന്മവ്യാഴ കണ്ടകശനി ഉള്ള ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് അല്പം ആശ്വാസം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ബുധൻ ആ രാശിയിലേക്ക് 11ാം ഭാവത്തിലേക്ക് ബുധൻ ഫെബ്രുവരി മാസം 28-ാം തീയതി വരുമ്പോൾ കൂടുതൽ പ്രയോജനങ്ങൾ ഇവർക്ക് ഈ മാസം ലഭിക്കും. എന്നിരുന്നാൽ തന്നെ ഇവർക്ക് ഇപ്പോഴും ഇവരുടെ പരീക്ഷണഘട്ടം അവസാനിച്ചിട്ടില്ല. കണ്ടകശനി അവസാനിക്കുന്നതിന് ഇനിയും ഏകദേശം ഒരു മാസം ചില്ലറ ആഴ്ചകളും ബാക്കിയുണ്ട്. ജന്മവ്യാഴം തുടരുന്നു. ജന്മവ്യാഴമാണ് ഇവരുടെ പ്രതികൂലമായിട്ടുള്ള ഗ്രഹസ്ഥി. ജന്മവ്യാഴമാണ് ഈ രാശിക്കാർക്ക്. ഇവരുടെ ടെസ്റ്റിംഗ് ഫേസ് ഒരു പരീക്ഷണഘട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവർക്ക് ആശ്വാസത്തിനായിട്ട് ശുക്രനും ബുധനും ഒക്കെ നല്ല സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊരു പരിധിവരെ ഒരാശ്വാസം 5ാം ഭാവത്തിൽ ഇവരുടെ മനസ്ഥാനമായ 5-ൽ കേതു നിൽക്കുന്നുണ്ട്. ഒരു മനക്ലേശമൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവർക്ക് ആശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള ഗ്രഹസ്ഥികൾ ഈ മാസമുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങളുടെ അവസാന ഘട്ടത്തിൽ അല്പം ആശ്വാസമുള്ള ഘട്ടത്തിലേക്കാണ് കുംഭമാസം ആരംഭിക്കുന്നത് എന്നാണ് ഇടവക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഫലം. അടുത്തത് മിഥുനം. മകയിരം 2ാമത്തെ പകുതിയും തിരുവാതിരയും പുണർതം ആദ്യം 3/4 ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. മിഥുനക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ ജന്മരാശിയിൽ ചൊവ്വ വക്രഗതിയിൽ നിൽക്കുന്നു. ഫെബ്രുവരി മാസം 23-ാം തീയതി അത് നേർഗതിയിൽ ആ രാശിയിൽ വരും. ഏകദേശം ഏപ്രിൽ 3 വരെ ഈ രാശിയിൽ തന്നെ ചൊവ്വ തുടരും. അപ്പോൾ ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്ന കാലമായതിനാൽ മിഥുനക്കൂറുകാർക്ക് ഈ മാസം സമ്മർദ്ദം നിറഞ്ഞ ഒരു മാസമായിരിക്കും. അതുപോലെ 9ാം ഭാവത്തിൽ സൂര്യൻ്റെ സ്ഥിതിയും അത്ര നല്ലതല്ല. ഭാഗ്യഭാവത്തിലെ സൂര്യൻ്റെ സ്ഥിതിയും അല്പം സമ്മർദ്ദം നിറഞ്ഞ ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം മിഥുനക്കൂറുകാർക്ക്. എന്നതുപോലെ തന്നെ ഇവരുടെ 12ാം ഭാവത്തിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ഒരു ദുസ്ഥാനമായിട്ടുള്ള 12, രാശിയുടെ 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് ഒരു അനുകൂല ഗ്രഹസ്ഥിതി അല്ല ഈ മാസം. ഇവരുടെ രാശിയുടെ 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള ചില ഗുണങ്ങൾ ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ ഇവർക്കുണ്ടാവും. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഫെബ്രുവരി മാസം 28-ാം തീയതിക്ക് ശേഷം ബുധൻ ആ രാശിയിലേക്ക് വരുമ്പോൾ, കർമ്മഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ചധികം തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അതിനനുസരിച്ചുള്ള വേതനം ലഭിക്കുകയുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതനുസരിച്ചുള്ള മെച്ചം ലഭിക്കില്ല എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രതികൂലമായിട്ടുള്ള അവസ്ഥ തുടരുന്നത് 12ാം രാശിയിലെ വ്യാഴമാണ്. അപ്പോൾ 12ാം രാശിയിലെ വ്യാഴവും അതുപോലെ തന്നെ ഇവരുടെ 4ാം ഭാവത്തിലെ കേതു കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പൊതുവിൽ അത്ര അനുകൂലമായിട്ടൊരു മാസമല്ല മിഥുനക്കൂറുകാർക്ക് ഈ മാസം. എങ്കിലും ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ ഇവർക്ക് തൊഴിലിൽ നിന്ന് അല്പം നേട്ടങ്ങളും ഭാഗ്യങ്ങളൊക്കെ രാഹുവിൻ്റെയും ശുക്രൻ്റെയും യോഗത്തിൽ നിന്ന് കിട്ടും. ബുധൻ ആ രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പം കുറവുകൾ വരും, അല്പം അധ്വാനം കൂടുകയും ചെയ്യും. അങ്ങനെയാണ് പൊതുവിൽ ഈ മാസം മിഥുനക്കൂറുകാരുടെ അനുഭവത്തിൽ വരുന്നത്. അടുത്തത് കർക്കിടകം. പുണർത്തം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. കർക്കിടകക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 3ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സൂര്യനും ബുധനും ശനിയും. ബുധൻ ഭാഗ്യഭാവത്തിലേക്ക് ഫെബ്രുവരി മാസം 28-ാം തീയതി മാറുന്നു. അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൽ ശുക്രൻ, അതുപോലെ തന്നെ രാഹു, രാശിയുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം, 12ാം രാശിയിൽ വക്രഗതിയിൽ ചൊവ്വ. ഇതാണ് ഗ്രഹസ്ഥിതി. രാശിയുടെ 3ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ നേർഗതിയിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ഗ്രഹസ്ഥിതിയാണ്. ഇവർക്ക് പൊതുവിൽ അനുകൂലമായൊരു കാലമാണ്. അഷ്ടമശനി ഉണ്ട് എന്നൊരു പോരായ്മ മാത്രമല്ല. അഷ്ടമശനി തീരുന്നതിന് കുറച്ച് ഒരു മാസവും ചില്ലറ ആഴ്ചകളും മാത്രമേ ബാക്കിയുള്ളൂ. ഇവരുടെ ഭാഗ്യഭാവത്തിൽ രാഹുവും ഉച്ചസ്ഥനായ ശുക്രനും സഞ്ചരിക്കുന്ന ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് ഈ രാശിക്കാർ കാൽ വയ്ക്കുന്ന. വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലം. പോലെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി വളരെ അനുകൂലമാണ്. ഇവരുടെ 3ാം രാശിയിൽ നിൽക്കുന്ന കേതുവിനെ വ്യാഴം അതിൻ്റെ വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുകയും കൂടെ ചെയ്യുന്നതോടുകൂടി ഇവർക്കൊരു നല്ല സമയത്തിലേക്കാണ് ഇവർ കാൽ വയ്ക്കുന്നത്. ഒരു കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുന്നതിന്
റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ നിലവിലില്ല. അവർക്ക് അല്പം സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് തൊഴിലിൻ്റെ അടുത്ത് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ തൊഴിലിടത്തിലും സമൂഹത്തിലുമൊക്കെ അനുകൂലമായൊരു സാഹചര്യത്തിലൂടെയാണ് കർക്കിടകം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിൽ നല്ല സമയം. അഷ്ടമശനി തീരുന്നതുകൊണ്ട് അതിൻ്റെ വ്യാഴത്തിൻ്റെയും നേർഗതിയോടുകൂടി ഫെബ്രുവരി മാസം 4-ാം തീയതി വ്യാഴത്തിൻ്റെ നേർഗതിയോടുകൂടി ആ ദോഷം ഒരു പരിധിവരെ കുറഞ്ഞു അഷ്ടമശനിയുടെ. ഇപ്പോൾ ഇവരുടെ അഷ്ടമഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന ഈ മാസം അവർക്കൊരു പ്രതികൂല ഫലങ്ങളാണ്. എങ്കിലും അത് ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഗ്രഹമായതുകൊണ്ടിട്ട് മറ്റ് വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും കേതുവിൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ ഈ മാസം മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും. സൂര്യൻ്റെ സ്ഥിതി പ്രതികൂലമാണെങ്കിൽ കൂടി വളരെ നല്ല ഫലങ്ങൾ, നല്ല ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ഈ മാസം അനുഭവത്തിൽ വരും. അടുത്തത് ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം എന്നീ 2 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവരുടെ ഗ്രഹസ്ഥിതി ചിങ്ങത്തിൻ്റെ 2-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ ശനി, സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ, രാഹു, കർമ്മത്തിൽ വ്യാഴം, ലാഭസ്ഥാനത്ത് ചൊവ്വ. ലാഭസ്ഥാനത്ത് ചൊവ്വ തുടരുന്നതും അതുപോലെ തന്നെ ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നതും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ധനസ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ചില നമ്മുടെ ഗുണങ്ങളുണ്ടാവുമെങ്കിൽ പോലും ചില വാക്കുകൾ, അത് വാക്സ്ഥാനം കൂടിയായതുകൊണ്ട് എന്തെങ്കിലും സംസാരത്തിലൂടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ, ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങൾ വരാതെ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കേതുവിൻ്റെ 2-ലെ സ്ഥിതി കൊണ്ടിട്ട്. എങ്കിലും പൊതുവേ ഇവരുടെ ലാഭസ്ഥാനത്ത് ഫെബ്രുവരി മാസം 23-ാം തീയതി മുതൽക്ക് ചൊവ്വ നേർഗതിയിൽ വരുന്നതുകൊണ്ടിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിലുള്ള മാറ്റം ഫെബ്രുവരി 23-ാം തീയതി ശേഷം ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. വ്യാഴത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം, തൊഴിൽപരമായിട്ടുള്ള കർമ്മവ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം ഇവർക്കുണ്ടെങ്കിൽ പോലും ചൊവ്വയുടെ ഫെബ്രുവരി 23-ലെ മാറ്റം ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 28-ന് ബുധൻ ഇവരുടെ അഷ്ടമഭാവത്തിലേക്ക് പോകുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നന്നായിട്ട് ഒരു ഉറയ്ക്കുന്നതിന് സഹായിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ കുഴപ്പങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി സുഖകരമായി പോകുന്നതിന് സഹായിക്കും. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചൊവ്വയുടെ സ്ഥിതി അനുകൂലമാണ്. അനുകൂലതയുള്ള ഈ മാസമുണ്ട്. ഫെബ്രുവരി 23-ന് ശേഷം ചൊവ്വയുടെ സ്ഥിതിയും 28-ന് ശേഷം ബുധൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ കർമ്മവ്യാഴം എന്നൊരു ദോഷവും കണ്ടകശനിയും തുടരുന്നത് കൊണ്ടിട്ട് അല്പം അരിഷ്ടതകൾക്കും കൂടി സാധ്യതയുള്ളൊരു മാസമാണ്. ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് കുംഭമാസം. അടുത്തത് കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ അവസാന 3/4 ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരുടെ കുംഭമാസ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ കന്നിരാശിയിൽ തന്നെ കേതു, ലഗ്നത്തിൽ കേതു, 6-ൽ സൂര്യൻ, ബുധൻ, ശനി, 7-ൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് രാഹുവിനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്ത് ചൊവ്വ വക്രഗതിയിൽ. വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് കന്നിക്കൂറുകാർക്ക് ഈ കുംഭമാസത്തിലുള്ളത്. ലഗ്നത്തിൽ കേതുവും 7-ൽ രാഹുവും നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി 7-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ ആ രാഹുവിൻ്റെ ദോഷത്തെയും അതുകൊണ്ട് അതിൻ്റെ വീക്ഷണം കേതുവിൻ്റെ ദോഷത്തെയും, ഭാഗ്യസ്ഥാനം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വിശേഷാൽ വീക്ഷണം ആ കേതുവിൻ്റെ ദോഷത്തെ വളരെയധികം കുറയ്ക്കും ഈ മാസം ഏറ്റവും നല്ല ഗ്രഹസ്ഥിതി സൂര്യൻ ഇവരുടെ 6-ാം ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവർക്ക് വലിയൊരു നല്ലൊരു കാലത്തിൻ്റെ ആരംഭമാണ് ഈ 6-ാം ഭാവത്തിലേക്ക് കിടക്കുന്ന സൂര്യൻ നൽകുന്നത്. സമൂഹത്തിലും ഒക്കെ സുഹൃത്ത് വലയങ്ങളിലും തൊഴിലിടത്തിലുമൊക്കെ വളരെ വലിയ അംഗീകാരങ്ങളും പദവിയൊക്കെ വരെ തേടിയെത്തുന്ന ഒരു അവസരമാണ്. അതുപോലെ കർമ്മസ്ഥാനത്ത് വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ ആ വക്രം വെടിഞ്ഞ് ഫെബ്രുവരി മാസം 23-ാം തീയതി നേർഗതിയിൽ വരുമ്പോൾ ഇവരുടെ കഠിനാധ്വാനത്തിനുള്ള തക്കതായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് അംഗീകാരങ്ങളായിട്ട് തേടിയെത്തുന്ന സമയമാണ് ഇവർ രാശിക്കാരെ സംബന്ധിച്ചിട്ട്. അതുപോലെ 6-ൽ ശനി സഞ്ചരിക്കുന്നു. 6-ൽ ശനി നേർഗതിയിൽ, 6-ൽ സൂര്യൻ നേർഗതിയിൽ, 9-ൽ വ്യാഴം, 10-ൽ ചൊവ്വ, അങ്ങനെയൊക്കെ വളരെ നല്ല ഗ്രഹസ്ഥിതി. ഇതിനെല്ലാം പുറമെ
ഏഴാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് നല്ല രീതിയിലുള്ള വിവാഹ ബന്ധവും പോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രണയബന്ധമൊക്കെ ബന്ധത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രഹസ്ഥിതിയാണ് ഏഴാം ഭാവത്തിലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി. വളരെ അനുകൂലമായൊരു മാസമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതികൂലതകളും ഈ മാസത്തിൽ അനുഭവത്തിൽ വരില്ല. തൊഴിലിടത്തിലും അതുപോലെ തന്നെ വിവാഹ പ്രണയ കാര്യങ്ങളിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു സമയത്തിലൂടെയാണ് ഈ മാസം കന്നിരാശിക്കാർ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. മറ്റ് പരിഹാരങ്ങളൊന്നും തന്നെ ഈ മാസം ആവശ്യമില്ല. ഇവർക്ക് കഴിയുന്ന പോലെ മറ്റുള്ളവരെ സാധുക്കളെ സഹായിക്കുന്നതൊക്കെ ഇവർക്ക് കുറച്ചുകൂടി നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതിന് ഇടയാക്കും. അടുത്തത് തുലാക്കൂറ്. ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന തുലാക്കൂറുകാരുടെ കുംഭമാസ ഫലങ്ങൾ നമുക്ക് നോക്കാം. ഗ്രഹസ്ഥിതി: തുലാക്കൂറിൻ്റെ 5-ാം ഭാവത്തിൽ മനസ്ഥാനമായ 5-ാം ഭാവത്തിൽ ശനി, സൂര്യൻ, ബുധൻ, 6-ാം ഭാവത്തിൽ ശുക്രൻ, രാഹു, അഷ്ടമത്തിൽ വ്യാഴം, ഭാഗ്യത്തിൽ ചൊവ്വ വക്രഗതിയിൽ നിൽക്കുന്നു. ഫെബ്രുവരി 23-ാം തീയതി നേർഗതിയിൽ വരും. 12-ാം രാശിയിൽ കേതു. മനസ്ഥാനമായ 5-ൽ ശനിയും സൂര്യനും സഞ്ചരിക്കുന്ന മാസമായതുകൊണ്ട് അത്ര നല്ല ഫലങ്ങളല്ല ഇവർക്ക് ലഭിക്കുന്നത്. മാനസികമായിട്ട് അത്ര സ്വസ്ഥത ലഭിക്കുന്ന ഒരു മാസമല്ല കുംഭമാസം. 9-ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി നമുക്ക് അകാരണമായിട്ടുള്ള ഭീതിയും ഒക്കെ ടെൻഷനും ഒക്കെ തോന്നുന്നൊരു മാസമാണ് കുംഭമാസം. അതിൻ്റെ കാരണം മനസ്ഥാനത്തെ 3 ഗ്രഹങ്ങൾ ബുധനും സൂര്യനും ശനിയും നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഗുണങ്ങൾ ഈ മാസം ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ട് അധികം ലഭിക്കില്ല. കാരണം ശുക്രൻ്റെ ആ ഭാവവശാൽ അത് പ്രതികൂലമായതുകൊണ്ടിട്ട്. അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ഏറ്റവും പ്രതികൂലമായ ഗ്രഹസ്ഥിതി. അഷ്ടമത്തിലെ വ്യാഴം ഒരു ദുരിതമാണ്. അഷ്ടമത്തിൽ നെറുകയിൽ നിൽക്കുന്ന വ്യാഴം നമുക്കൊരു കാലക്കേടിൻ്റെ ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ലഗ്നാൽ അഷ്ടമത്തിലും 6-ലും 8-ലും 12-ലും വരുന്ന വ്യാഴത്തിന് ഒരു മോശം ഫലങ്ങൾ ദൈവാധീനം മറഞ്ഞൊരു കാലത്തിലൂടെയാണ് പോകുന്നത്. പൊതുവിൽ സമൂഹത്തിലൊക്കെ ഇവർക്കെതിരെ എന്തെങ്കിലും ശ്രദ്ധിച്ച് കാണുമായിരിക്കാം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽക്ക് തന്നെ ഈ അഷ്ടമവേള ആരംഭിച്ചപ്പോൾ എന്തെങ്കിലും റൂമറുകൾ മറ്റുള്ളവർ എന്തെങ്കിലും പിറുപിറുക്കൾ പറയില്ല, അങ്ങനെ ആയിരിക്കും, അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും, ആരിങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ളൊരു നമ്മുടെ റെപ്യൂട്ടേഷനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മതിപ്പൊക്കെ ഒന്ന് കുറഞ്ഞു പോകുന്നൊരു സമയം. അപ്പോൾ നിങ്ങൾ അത്തരം സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോൾ തുലാക്കൂറുകാർ മനസ്സിലാക്കുക അതൊരു കാലക്കേടിൻ്റെ ഒരു ഘട്ടമാണ്. ഈ ഒരു അവസ്ഥ ഇതേ ആൾക്കാർ തന്നെ മാറ്റി പറയുന്നൊരവസ്ഥയും വിദൂരമല്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഭാഗ്യത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇതിനൊരു മാറ്റം മൊത്തത്തിലുണ്ടാവും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ താൽക്കാലികമാണ്. ഒരു മനക്ലേശവും ഒക്കെ നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ്, ആകാംക്ഷയും ഭയവുമൊക്കെയുള്ള ഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം അഷ്ടമത്തിലെ വ്യാഴവും അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിലെ ചൊവ്വയുടെയും മനസ്ഥാനത്തെ ശനിയുടെയും സൂര്യൻ്റെയും സ്ഥിതിയും ഒക്കെ ആണ്. ശുക്രനും അത്ര അനുകൂല സ്ഥിതിയിലല്ല. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ഗുണങ്ങളും കാര്യമായിട്ട് ഈ മാസം ഈ രാശിക്കാർക്ക് ലഭിക്കില്ല. കേതുവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. കേതു 12-ാം ഭാവത്ത് നിൽക്കുന്നത് നമുക്ക് നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയുള്ള അറിവും ആധ്യാത്മികമായിട്ടും ആത്മീയമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിന് ഇടയാക്കും. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ഇവരുടെ മനോധൈര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മറ്റ് മെഡിറ്റേഷനുകളൊക്കെ മുറതെറ്റായി ചെയ്യുക. അങ്ങനെ ഈ മാസത്തെ ഒന്ന് അല്പം ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ തുലാം രാശിക്കാർ അതിജീവിച്ചിരിക്കേണ്ടതാണ്. ഈ മാസത്തെ അല്പം പ്രതികൂലമായിട്ടാണ് ഈ മാസം കാണുന്നത്. അടുത്തത് വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടവും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി: വൃശ്ചികക്കൂറിൻ്റെ കേന്ദ്രഭാഗമായ 4-ാം ഭാവത്തിൽ ശനിയും സൂര്യനും ബുധനും, 5-ൽ ശുക്രനും രാഹുവും, 7-ൽ വ്യാഴം, 8-ൽ വക്രഗതിയിൽ ചൊവ്വ, 11-ൽ ലാഭസ്ഥാനമായ 11-ൽ കേതു. ഇതാണ് അവരുടെ ഗ്രഹസ്ഥിതി. കേന്ദ്രസ്ഥാനത്ത് 3 ഗ്രഹങ്ങൾ ശനിയും അതുപോലെ തന്നെ സൂര്യനും ഒക്കെ നിൽക്കുന്ന ഒരു അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി അല്ല ഈ മാസം അവർക്ക്. 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. 5-ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷങ്ങളെയും ശുക്രൻ ഒരു പരിധിവരെ നിയന്ത്രിക്കും. അങ്ങനെ നല്ല മാനസികമായിട്ട് മനസ്ഥാനമായിട്ടുള്ള 5 നിൽക്കുന്ന മനസ്സിന് സന്തോഷവും ഭാഗ്യവും കൊണ്ടുതരുന്ന ഗ്രഹസ്ഥിതിയാണ്.
5-ാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി, അതുപോലെ തന്നെ ലഗ്നാൽ 7 ചന്ദ്രലഗ്നത്തിൻ്റെ 7 നിൽക്കുന്ന വ്യാഴം, 7-ാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി. ശനിയുടെ ദോഷത്തെ, ഭാഗ്യവശാൽ ആ ശനിയുടെ ദോഷത്തെ ഒരു പരിധിവരെ വ്യാഴം ഈ മാസം കുറയ്ക്കും. ഇവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ഫെബ്രുവരി മാസം 23-ന് ശേഷം നേർഗതിയിൽ വരുമ്പോൾ അവർക്ക് ആ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ട്രെസ് അല്പം കുറഞ്ഞു കിട്ടും. പൊതുവിൽ ഈ മാസത്തെ 2 മാറ്റങ്ങൾ, ഇവരുടെ 4-ാം ഭാവത്തിൽ നിന്ന് ബുധൻ്റെ രാശിമാറ്റം ഫെബ്രുവരി മാസം 28-ാം തീയതി വരുന്നു, 23-ാം തീയതി ചൊവ്വയുടെ നേർഗതിയിൽ വരുന്നതുമൊക്കെ അനുകൂലം തന്നെയാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നു, അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നേർഗതിയിൽ 7-ൽ നിൽക്കുന്നു, 5-ാം ഭാവത്തിൽ ശുക്രനും രാഹുവും നിൽക്കുന്നു. ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയിലൂടെയാണ് വൃശ്ചിക രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു വളരെ മികച്ച ഒരു തിരിച്ചുവരവ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം എല്ലാ കാര്യങ്ങളിലും പുരോഗതിയും ഒരു തിരിച്ചുവരവും നടത്താൻ ഈ രാശിക്കാർക്ക് കഴിയും. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് അല്പം മന്ദഗതിയിലും തടസ്സങ്ങളിലുമായിരുന്നു കാര്യങ്ങളെങ്കിൽ ഈ മാസം മുതൽ വളരെ വ്യക്തമായിട്ടുള്ള ഭാഗ്യങ്ങളും ഒക്കെ ഇവർക്ക് ദൃശ്യമാവും. നല്ല അനുഭവങ്ങളൊക്കെ, സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരു അനുഭവങ്ങളുള്ള മാസമാണിത്. ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ബന്ധങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പുരോഗമനം ഈ മാസം മുതൽ കാണാനാകും. അവർക്ക് ഒരു അനുകൂല കാലത്തിലേക്കാണ് ഈ രാശിക്കാർ കാൽവെക്കുന്നത്. അടുത്തത് ധനു. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ധനുക്കൂറുകാർക്ക് ഇവരുടെ 3-ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. അവിടെ തന്നെ സൂര്യൻ, ബുധൻ ആ രാശിയിൽ തന്നെ. 4-ാം ഭാവത്തിൽ ശുക്രനും രാഹുവും, 6-ാം ഭാവത്തിൽ വ്യാഴം, 7-ൽ ചൊവ്വ വക്രഗതിയിൽ, ഇവരുടെ കർമ്മഭാവത്തിൽ കേതു. ഈ രാശിക്കാർക്ക് ശനി നേർഗതിയിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3 ശനി ഇവർക്ക് ഏറ്റവും, ഈ രാശിക്കാർക്ക് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും അനുകൂലമായ ഗ്രഹസ്ഥിതി 3-ാം ഭാവത്തിലെ ശനിയാണ്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രനും അനുകൂല ഗ്രഹസ്ഥിതിയാണ്. 4-ലെ ശുക്രനും അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 6-ൽ നിൽക്കുന്ന വ്യാഴമാണ് ഇവരുടെ പ്രതികൂലമായിട്ടുള്ള പ്രധാന ഗ്രഹസ്ഥിതി. ഈ 6-ലെ വ്യാഴമാണ് ഈ രാശിക്കാരെ വളരെ കാലമായിട്ട് കുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഋണരോഗ ശത്രുസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ 7-ൽ ചൊവ്വയും സഞ്ചരിക്കുന്നു. അപ്പോൾ 7-ലെ ചൊവ്വ ഇവർക്ക് നിലവിൽ വക്രഗതിയിലാണ്. ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ ഈ ചൊവ്വ ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. 23-ന് ശേഷം അല്പം സമ്മർദ്ദം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ രാശിയിലേക്ക് അതിൻ്റെ വീക്ഷണം പൂർണ്ണമായി വരുന്നതുകൊണ്ട് അല്പം സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ കുംഭമാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ അല്പം അനുകൂലതകൾ ഇവർക്ക് ലഭിക്കും. എന്നാൽ അതിനുശേഷം അല്പം പ്രതികൂലതകളാണ് ആരംഭിക്കുന്നത്. 23 വരെ ഇവർക്ക് ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഇവർക്ക് അനുകൂലമാണ്. ആ വ്യാഴം 6-ൽ നിൽക്കുന്ന വ്യാഴം ആ കേതുവിനെ വീക്ഷിക്കുന്നു. കർമ്മഭാവത്തിന് ചില അരിഷ്ടതകൾ നിലവിലുണ്ട്. കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് പല മനക്ലേശങ്ങളും ഈ രാശിക്കാർ നിലവിൽ അനുഭവിക്കുന്നതിൻ്റെ കാരണം കർമ്മത്തിലെ കേതുവിന് ഹേതു വേണ്ട പല രീതിയിലുള്ള തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അനിശ്ചിതത്വങ്ങളുടെയും കടന്നു പോകേണ്ടി വരുന്നത് ആ രാശിയിൽ നിൽക്കുന്ന കേതുവിന് 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നെങ്കിലും ഇവർക്ക് ചൊവ്വയുടെ സ്ഥിതി കൊണ്ടിട്ട് കുറച്ച് അനുകൂലതകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ രാശിയിലെ ശുക്രൻ, ഉച്ചസ്ഥനായിട്ട് ശുക്രൻ ഇവരുടെ കർമ്മത്തെ വീക്ഷിക്കുന്നു. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം കർമ്മത്തിൽ വരാനുള്ള സാധ്യതയും ഈ മാസമുണ്ട്. ശുക്രൻ്റെ വീക്ഷണം ഇവരുടെ കർമ്മഭാവത്തിന് വരുന്നു. അത് ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ 11-ാം ഭാവാധിപൻ, ലാഭാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ്റെ വീക്ഷണമാണ് ഇവർക്ക് കിട്ടുന്നത്. പൊതുവിൽ ഇവർക്ക് ശനിയുടെ ഗുണങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടിട്ട് ശനിയുടെ ഗുണങ്ങൾ അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് ഇത് സംബന്ധിച്ചിട്ട്. എങ്കിലും ചൊവ്വയുടെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതിയും അനുകൂലമായ കുറച്ച് ആഴ്ചകൾ ഇവർക്ക് കുംഭമാസത്തിൽ അനുഭവിക്കാൻ കഴിയും. തൊഴിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്താം. എങ്കിലും കടം അതുപോലെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട ടെൻഷൻ, ലോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടെൻഷനുകൾ നിലനിൽക്കാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ അല്പം ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. അല്പം നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങളും ഒക്കെ വരുന്നെങ്കിൽ പോലും സാമ്പത്തികമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് വരുന്ന ഒരു മാസം കൂടിയാണ് കുംഭമാസം എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും
തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന 2 നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. മകരക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. മകരക്കൂറിൻ്റെ 2ാം ഭാവത്തിൽ ശനി, സൂര്യൻ, ബുധൻ. 3ാം ഭാവത്തിൽ ശുക്രനും രാഹുവും. 5ാം ഭാവത്തിൽ വ്യാഴം നേർഗതിയിൽ. 6ൽ ചൊവ്വ വക്രഗതിയിൽ. ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് കേതു. ഇവരുടെ 2ലെ സൂര്യൻ, 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് അത്ര നല്ല രീതിയിലുള്ള ഫലങ്ങളല്ല നൽകുന്നത്. പക്ഷേ 3ലെ ശുക്രൻ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യങ്ങളും സാമ്പത്തിക രംഗത്ത് കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ ഇവരുടെ 6ാം ഭാവത്തിൽ കുംഭമാസം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ നേർഗതിയിൽ വരുന്ന ചൊവ്വ ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥയാണ് ഈ രാശിക്കാർക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി. 5ാം ഭാവത്തിലെ വ്യാഴം ഈ രാശിയെ, നേർഗതിയിൽ വന്ന വ്യാഴം ഈ രാശിയെ, മകരൻ രാശിയെ വീക്ഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാഴവീക്ഷണത്തിൽ രാശി നിൽക്കുകയും അതിൻ്റെ 6ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയും 3ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. ഇവരെ സംബന്ധിച്ചിട്ട് ചെറിയ അരിഷ്ടതകളുണ്ട്. അവരുടെ 7 ശനിയുടെ അവസാന ഘട്ടം ഈ വ്യാഴത്തിൻ്റെ നേർഗതിയോടുകൂടി ആ ദോഷം വളരെയധികം ഗണ്യമായി കുറഞ്ഞു. ഇനി ദോഷം പറയേണ്ടതില്ല. എങ്കിലും 2ലെ സൂര്യൻ്റെ സ്ഥിതിയും 2ലെ ബുധൻ്റെ സ്ഥിതിയൊക്കെ അല്പം പ്രതികൂലതകളുണ്ട്. എങ്കിലും പൊതുവിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇവരൊരു സുവർണ്ണ കാലത്തിലേക്കാണ് മകരക്കൂറുകാർ കാൽ വയ്ക്കുന്നത്. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി, ആ മറ്റ് ദോഷങ്ങളൊക്കെ ആ സ്ഥിതി കൊണ്ടിട്ട് ഏകദേശം പരിഹരിക്കപ്പെടും. ഒരു സുവർണ്ണ കാലത്തിലേക്കും ഒരു സാമ്പത്തികമായിട്ടും ഭാഗ്യാനുഭവങ്ങളൊക്കെ നിറഞ്ഞൊരു കാലത്തിലേക്കാണ് മകരക്കൂറുകാർ കുംഭമാസത്തിൽ കാൽവയ്ക്കുന്നത്. അടുത്തത് കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയവും പുരുട്ടാതി ആദ്യ 3/4 ഭാഗം ഉൾപ്പെടുന്ന 2 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. കുംഭക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ കുംഭം രാശിയിൽ തന്നെ ശനി, സൂര്യൻ, ബുധൻ. 2ാം രാശിയിൽ ശുക്രൻ, രാഹു. 4ൽ വ്യാഴം. 5ൽ ചൊവ്വ. അഷ്ടമത്തിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്നത്, ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലം, ജന്മശനി ഈ മാസം മുഴുവൻ ഈ രാശിക്കാർക്കുണ്ടാവും. അതുപോലെ തന്നെ സൂര്യൻ ജന്മരാശി സഞ്ചരിക്കുന്ന കാലം, ജന്മരാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, ജന്മരാശിയിലെ ബുധൻ്റെ സഞ്ചാരം ആരോഗ്യ പ്രശ്നങ്ങളും, ജന്മരാശിയിലെ ശനിയുടെ സഞ്ചാരം പല രീതിയിലുള്ള ദുരിതാവസ്ഥകളും ശാരീരിക, മാനസിക, തൊഴിൽ, സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അതുപോലെ തന്നെ ജന്മരാശിയിലെ സൂര്യൻ്റെ സഞ്ചാരം കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിന്, ജന്മരാശിയിലെ പാവന്മാരുടെ സഞ്ചാരം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബുധൻ്റെയും സൂര്യൻ്റെയും ജന്മരാശിയിലെ സഞ്ചാരം അത്ര നല്ല ഗ്രഹസ്ഥിതിയല്ല. 2ാം ഭാവത്തിലെ ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളെയും അതുപോലെ ഉച്ചരാശി കൂടെ ആയതുകൊണ്ടിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തെയും ഒക്കെ കൊണ്ടുതരാൻ കഴിയുന്നൊരു ഗ്രഹസ്ഥിതിയാണ്. 2ാം രാശിയിലെ രാഹുവിൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ട് കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ രാശിയുടെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന, നേർഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഒരു അനുകൂല ഗ്രഹസ്ഥിതിയാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുന്ന ഒരു സ്ഥിതിയല്ല കേന്ദ്രഭാവത്തിലെ വ്യാഴമെങ്കിൽ പോലും ദോഷം പറയേണ്ടതില്ല. ഒരു ചെറിയ ആശ്വാസവും നമുക്ക് ലഭിക്കും. മറ്റ് ഗ്രഹസ്ഥിതികളുടെ ആശ്വാസത്തിനൊക്കെ ഒരു പ്രതിരോധമായിട്ട് ഈ ഒരു ഗ്രഹസ്ഥിതി നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ 5ാം ഭാവത്തിൽ മനസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി, 5ാം ഭാവം മനസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി, അത് രൂക്ഷമായ ഒരു ഗ്രഹസ്ഥിതിയാണ്. നമുക്ക് പല രീതിയിലുള്ള ആകാംക്ഷയും ടെൻഷനും പേടിയൊക്കെ തോന്നുന്നൊരു ഗ്രഹസ്ഥിതിയാണ് മനസ്ഥാനത്തെ ചൊവ്വയുടെ സ്ഥിതി. അത് 23-ാം തീയതി ശേഷം അത് നേർഗതിയിൽ വരും. വക്രഗതിയിലാകുമ്പോൾ അത്രയും ദോഷമില്ല. നേർഗതിയിൽ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ടെൻഷൻ നമുക്കുണ്ടാക്കുന്നതിന് കാരണമാകും. ഒരാശയക്കുഴപ്പം, നമുക്കൊരു പല കാര്യങ്ങൾക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഈ ചൊവ്വയുടെ മനസ്ഥാനത്തെ സ്ഥിതി കൊണ്ടാണ് നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഇവർ മനസ്സിലാക്കിയിരിക്കും, ഇവരുടെ രാശിയുടെ അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നു. അങ്ങനെ പൊതുവിൽ ചിന്തിക്കുമ്പോൾ ജന്മരാശിയിലെ സൂര്യൻ്റെയും ശനിയുടെയും സ്ഥിതി, അതുപോലെ തന്നെ ചൊവ്വയുടെ മനസ്ഥാനത്തെ സ്ഥിതി, അഷ്ടമത്തിലെ കേതുവിൻ്റെ സ്ഥിതിയൊക്കെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഇവരുടെ ആ പരീക്ഷണഘട്ടം തീരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാൽവയ്ക്കുന്നതെങ്കിൽ ഈ മാസവും ഇവർക്ക് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് 2ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ട് ശുക്രനെ കൊണ്ട് അല്പം ആശ്വാസങ്ങളും ഒക്കെ ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരു ആശ്വാസവും
ഒക്കെ ലഭിക്കുമെങ്കിൽ കൂടി ഇവർക്ക് ആ പരീക്ഷണഘട്ടം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കുംഭമാസത്തിലും അത് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കുറച്ച് മുമ്പോട്ട് പോകുന്നതിന് വ്യാഴത്തിൻ്റെ സ്ഥിതിയും കേന്ദ്രസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും കഴിയും. ഇവരങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഘട്ടമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. പ്രത്യേകം ഒരുപാട് ആകാംക്ഷയും ടെൻഷനും ഒക്കെ ഒഴിവാക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടത്തുക. ഈ രാശിക്കാർ അല്പം ജന്മശനി ദോഷവും തുടരുന്നതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ശനി വ്യാഴം ദിവസങ്ങളിൽ നടത്തിപ്പോരുക. ദിവസ പ്രാർത്ഥന രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ നടത്തിപ്പോരുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മീനക്കൂറ്. പുരുട്ടാതി അവസാന കാൽഭാവവും ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന 2 നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ 12ാം ഭാവത്തിലെ സൂര്യൻ്റെയും ശനിയുടെയും സഞ്ചാരം, അതുപോലെ തന്നെ 12ൽ ബുധൻ ഫെബ്രുവരി മാസം 28-ാം തീയതി ജന്മരാശിയിലേക്ക് വരും. അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ വ്യാഴം നേർഗതിയിൽ, 4ൽ ചൊവ്വ, 7ാം ഭാവത്തിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. 7ലെ കേതു അതുപോലെ തന്നെ 7ലേക്ക് വീക്ഷണം ചെയ്യുന്ന രാഹുവൊക്കെ വ്യക്തിബന്ധങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ പ്രതികൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ തന്നെ രാശിയുടെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ദുസ്ഥാനമായിട്ടുള്ളൊരു 3ാം ഭാവത്തിൽ നിൽക്കുന്ന 6, 8, 12 ദുസ്ഥാനങ്ങൾ. എങ്കിലും 3ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആ 3ാം ഭാവത്തിലെ 3ലെ വ്യാഴം മുറവിൽ കൂട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പോയി പറയേണ്ട ഒരവസ്ഥ പലപ്പോഴും സംജാതമാക്കും. അതിൻ്റെ കാരണം ആ വ്യാഴത്തിൻ്റെ നേർഗതി ആ രാശിയിൽ വരുന്നതുകൊണ്ടാണ്. ഇവരുടെ രാശിയുടെ 12ാം ഭാവം സഞ്ചരിക്കുന്ന സൂര്യൻ്റെ സ്ഥിതി ഈ മാസം അനുകൂലമല്ല. 12ൽ സഞ്ചരിക്കുന്ന ശനിയുടെ സ്ഥിതിയും അനുകൂലമല്ല. 12 ശനി ഇവരുടെ 7 ശനിയുടെ ആദ്യ ഭാവത്തിൻ്റെ അവസാന മാസങ്ങളിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 12ൽ സൂര്യൻ്റെ സ്ഥിതി നല്ലതല്ല. 12ലെ ബുധൻ്റെ സ്ഥിതി നല്ലതല്ല. ബുധൻ ജന്മരാശിയിലേക്ക് ഫെബ്രുവരി 28-ാം തീയതി വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഇവരുടെ രാശിയുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയല്ല വരുന്നത്. ഇവരുടെ ആ ചൊവ്വ ഇവരുടെ കർമ്മഭാവത്തിലേക്കും അതുപോലെ തന്നെ ഇവരുടെ 7ാം ഭാവത്തിലേക്കും വീക്ഷിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ വ്യക്തിബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ഒക്കെ വിവാഹബന്ധത്തിലൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കുക. അങ്ങനെ വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ ശനിയുടെയും സൂര്യൻ്റെയും സ്ഥിതി അനുകൂലമല്ല. ജന്മരാശിയിൽ നിൽക്കുന്ന ഉച്ചസ്ഥനായിട്ടുള്ള ശുക്രൻ ഇവർക്ക് ചില സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം നൽകുക. പ്രണയിതാക്കളായിട്ട് കുറച്ച് സമയം ഈ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് കുറച്ച് നല്ല സമയങ്ങൾ ചിലവാക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ വരിക. മാനസിക സന്തോഷം ഉണ്ടാവുക. ജന്മത്തിൽ ശുക്രൻ വരുമ്പോൾ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ അനുഭവത്തിൽ വരും. എങ്കിലും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പൊതുവിലൊരു പരീക്ഷണഘട്ടത്തിലൂടെ തന്നെയാണ് ഈ മാസവും മീനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആശ്വാസങ്ങൾ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വരുമെന്ന് മാത്രം. പൊതുവിൽ ഒരു പരീക്ഷണഘട്ടത്തിലൂടെയാണ്. ഇവരെ കടക്കാൻ പോകുന്ന ഒരു ഘട്ടവും അത്ര നല്ലതായിട്ടുള്ള ഘട്ടമല്ല. അപ്പോൾ പൊതുവിൽ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവേണ്ട, മാനസികമായിട്ടുള്ള ക്ഷമത വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോവേണ്ട ഒരു സമയത്തിലൂടെയാണ് മീനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മാത്രം മുമ്പോട്ട് പോവുക. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. 12 കൂറുകളിലും പെട്ടിട്ടുള്ള എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. നമസ്കാരം.